ഇനി വിദഗ്ധ ഡോക്ടർമാർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ശ്രദ്ധിക്കാം. പൾസ് എക്സ്പെർട്ട്. തോളുവേദന പലരെയും ബുദ്ധിമുട്ടിക്കാറുണ്ട്, പ്രത്യേകിച്ച് പ്രമേഹ രോഗികളെ. മധ്യവയസ്കരിലും പ്രായം ചെന്നവരിലും ഏറെ പേർക്കും തോളുവേദന അനുഭവപ്പെടുന്നു. തോളുവേദന എന്തുകൊണ്ടുണ്ടാകുന്നു? എന്താണ് ആധുനിക പരിശോധനാ ചികിത്സാ മാർഗങ്ങൾ? ഇതേക്കുറിച്ച് പറയുവാൻ നമ്മളോടൊപ്പമുള്ളത് എറണാകുളം സൺറൈസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഷോൾഡർ ആൻഡ് അപ്പർ ലിംബ് സർജൻ ഡോക്ടർ KR പ്രതാപ് കുമാറാണ്. ഡോക്ടർ പൾസിലേക്ക് സ്വാഗതം. ഈ ഷോൾഡർ പെയിൻ അല്ലെങ്കിൽ തോളുവേദന വളരെ കോമൺ ആയിട്ട് കാണുന്നത് എസ്പെഷ്യലി ഡയബറ്റിക് പേഷ്യൻസിൽ. ഈ തോളുവേദനയ്ക്ക് എന്തൊക്കെ കാരണങ്ങളാകാം? തോളുവേദനയ്ക്ക് പല കാരണങ്ങളുണ്ടാകാം. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയത് ഏജ് വൈസ് ആണ്. ഓരോരുത്തരുടെയും പ്രായം അനുസരിച്ച് നമുക്ക് നോക്കാം. ചെറുപ്പക്കാരിൽ, അതായത് ടീനേജേഴ്സ് മുതൽ ഒരു 25-30 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇൻസ്റ്റബിലിറ്റി അഥവാ തോൾ സന്ധി ഇടറി മാറുക, ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്ന അസുഖമാണ് ഉണ്ടാകുന്നത്. അടുത്ത പ്രായക്കാരിൽ, അതായത് 30 മുതൽ 50 വയസ്സ് വരെയാണെങ്കിൽ ഫ്രോസൺ ഷോൾഡർ, പ്രത്യേകിച്ച് ഡയബറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക്. അതുകൂടാതെ തോൾ ഉരസുക എന്ന ഒരസുഖം കൂടി ഉണ്ടാകാറുണ്ട്. തോൾ ഉരസുക എന്ന് പറയുന്നത് സബക്രോമിയൽ ഇംപിഞ്ച്മെൻറ്റ് എന്ന് പറയും. അതിനുശേഷമുള്ള ഒരു 50 വയസ്സിന് ശേഷമുള്ള ആൾക്കാർക്ക് സാധാരണഗതിയിൽ കണ്ടുവരുന്നത് ടെൻഡൻ പ്രോബ്ലംസാണ്. റൊട്ടേറ്റഡ് കഫ് എന്ന് പറഞ്ഞ ഒരു ടെൻഡനുണ്ട്, അതിൻ്റെ പ്രോബ്ലം ഉണ്ടാകാം. അതുകൂടാതെ സാധാരണ ആർത്രൈറ്റിസും ഉണ്ടാകാറുണ്ട്. ഈ പിന്നെ ഏതെങ്കിലും ഡോക്ടർ സൂചിപ്പിച്ചു ഓരോ പ്രായത്തിലും തോളുവേദന ഉണ്ടാകാം, എല്ലാവരിലും തോളുവേദന ഉണ്ടാകാം. ഏതെങ്കിലും പ്രത്യേക ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ എന്തെങ്കിലും അമിതമായി പിന്നെ കായിക വ്യായാമം ചെയ്യുന്നവരിലും അല്ലെങ്കിൽ കളിക്കുന്നവരിലും ഒക്കെ തോളുവേദനയ്ക്കുള്ള സാധ്യത കൂടുതലാണോ കുറവാണോ? അത് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാലഘട്ടത്തിലാണെങ്കിൽ കൂടുതൽ ആൾക്കാർ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, ജിമ്മിലൊക്കെ പോകുന്നുണ്ട്. ശരീരത്തിൻ്റെ വ്യായാമം കാത്തുസൂക്ഷിക്കാനും അതുപോലെ വെയിറ്റ് കുറയ്ക്കാനും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് പോയിട്ട് വെയിറ്റ് ട്രെയിനിങ് പോലുള്ള ട്രെയിനിങ്ങുകൾ ചെയ്യാറുണ്ട്. വെയിറ്റ് ലിഫ്റ്റിങ്ങും ഇത് അപ്പർ ലിംബ് കണ്ടീഷനിങ് എക്സസൈസുകൾ ചെയ്യാറുണ്ട്. അവർക്കൊക്കെ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ഷോൾഡർ പെയിന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഷോൾഡർ പെയിൻ വരാതിരിക്കാൻ വേണ്ടി എക്സസൈസ് ചെയ്യുകയാണോ ചെയ്യാതിരിക്കുകയാണോ? അതെ, അത് വളരെ നല്ലൊരു ചോദ്യം തന്നെയാണ്. കാരണം ഇത് ട്രെയിനേഴ്സ് ഇല്ലാതെ നേരെ പോയി കുറച്ച് വെയിറ്റ് എടുക്കുന്ന അങ്ങനെ ഒരു ഗ്രൂപ്പ് ആൾക്കാർ എൻ്റെ അടുത്ത് വരുന്നുണ്ട്. അവർക്ക് ഉള്ളൊരു വാർണിംഗ് സൈനോടാണിത്. ശരിക്കും പറഞ്ഞാൽ ജിമ്മിൽ പോയി വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ട്രെയിനറുടെ സഹായം തേടിയേ തീരൂ. ഓക്കെ, അത് ശാസ്ത്രീയമായി തന്നെ വെയിറ്റ് ലിഫ്റ്റിങ്ങും അത്തരത്തിലുള്ള എക്സസൈസും ഒക്കെ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും ഷോൾഡർ ഇഞ്ചുറി ഒക്കെ ഉണ്ടാകാൻ സാധ്യത. ഏതെങ്കിലും ഒരു മസിൽ ഗ്രൂപ്പിന് മാത്രം അതിന് വ്യായാമം വന്നിട്ട് അത് ഓവർ സ്ട്രെച്ച്. ഈ ഷോൾഡർ പെയിൻ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ കോമൺ ആയിട്ട് മിക്കവാറും കാണുന്നത് മധ്യവയസ്കരിലും പ്രത്യേകിച്ച് പ്രമേഹ രോഗികളിലുമാണ്. എന്താണ് ഈ ഫ്രോസൺ ഷോൾഡർ? ഫ്രോസൺ ഷോൾഡർ ആ വാക്ക് സൂചിപ്പിക്കുന്ന പോലെ ഷോൾഡർ ഫ്രീസായി പോകുന്നു. അത് നമ്മുടെ തോൾ സന്ധിക്ക് അതിനൊരു ആവരണമുണ്ട്, ആ കവറിങ് ചുരുങ്ങിപ്പോകുന്നു. അത് കൂടുതലായിട്ടും പ്രമേഹ രോഗികൾ കാണാറുണ്ട്. പ്രമേഹ രോഗികൾ ഉണ്ടാകുന്ന ഫ്രോസൺ ഷോൾഡർ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കത്തക്ക രീതിയിൽ എന്ത് ലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത്? ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് വേദനയാണ്. തോളിൽ വേദന ഉണ്ടാകും. അത് ചിലപ്പോൾ കയ്യിലോട്ട് വരും, ചിലപ്പോൾ കഴുത്തിലോട്ട് മാറി വരാറുണ്ട്. അതുകൂടാതെ തോൾ സന്ധി അനക്കാനുള്ള ബുദ്ധിമുട്ട്, ശരിക്കും അക്ഷരാർത്ഥത്തിൽ തന്നെ അത് ഫ്രീസായി പോകും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ നീക്കാനായിട്ട്, പ്രത്യേകിച്ച് പുറകോട്ടും മറ്റും പ്രത്യേകിച്ച് അനക്കാനായിട്ട് പുറകോട്ട് എടുക്കുക, തല തോർത്തുക, മുടി കെട്ടുക, ഷർട്ട് ഇടുക അല്ലെങ്കിൽ ബ്ലൗസ് ഇടുക, അങ്ങനെയൊക്കെയുള്ള വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ദൈനംദിന പ്രവർത്തനത്തിൽ ബുദ്ധിമുട്ട് വരുന്നത്. അതെ. ഇതിന് എങ്ങനെയാണ് സ്ഥിരീകരിക്കുന്നത്, എങ്ങനെയാണ് ചികിത്സിക്കുന്നത്? സ്ഥിരീകരിക്കാനുള്ള മാർഗ്ഗങ്ങൾ, ഒന്ന് ഡോക്ടറെ കണ്ടിട്ട് ചില പരിശോധനകൾ ചെയ്യുക. രണ്ടാമതുള്ളത് എക്സ്റേ എടുത്ത് നോക്കുക. എക്സ്റേയിൽ എപ്പോഴും ഇത് നോർമൽ ഷോൾഡർ ജോയിൻ്റായിട്ട് തന്നെ ഇരിക്കും. പിന്നെ മൂന്നാമതുള്ളത് ഇതിൻ്റെ തോതനുസരിച്ച് ഒരു സ്കാൻ ചെയ്ത് നോക്കാൻ നോക്കും, MRI സ്കാൻ എന്ന് പറഞ്ഞ്. MRI സ്കാനും നോർമലാണെന്നുണ്ടെങ്കിൽ ഇത് മറ്റ് കാരണങ്ങളില്ലാത്ത പ്രൈമറി ഫ്രോസൺ ഷോൾഡർ എന്ന് പറഞ്ഞ അസുഖമാണെന്ന് വയ്ക്കാം. ഇത് ചില കാരണങ്ങൾ കൊണ്ട് ഈ ഫ്രോസൺ ഷോൾഡർ ഉണ്ടാകാം. അതായത് ടെൻഡന് ഇഞ്ചുറി ഉണ്ടാകുക, അല്ലെങ്കിൽ ഇംപീച്ച്മെന്റ്, മാംസപേശിയിലെ വള്ളി അല്ലേ? അതെ, മാംസപേശിയെ ബോണുമായിട്ട് ചേർക്കുന്ന വള്ളിയാണ് ടെൻഡൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട്
അതുകൊണ്ടൊക്കെ സെക്കൻഡറി ഫ്രോസൺ ഷോൾഡർ ഉണ്ടാകുക. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ MRI സ്കാൻ പോലുള്ള ടെസ്റ്റുകൾ സ്കാനുകൾ ചെയ്യുന്നത്. എങ്ങനെയാണ് ഡോക്ടർ, പ്രത്യേകിച്ച് ഡോക്ടർ ആർത്രോസ്കോപ്പി അല്ലെങ്കിൽ ജോയിന്റിനുള്ളിൽ ഒരു കുഴൽ കടത്തി സംഗതികൾ വീക്ഷിച്ച് ചികിത്സിക്കുന്ന ഒരു ശസ്ത്രക്രിയാ വിദഗ്ധൻ കൂടിയാണ്. ഈ മാർഗം ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ചോ എങ്ങനെ രോഗം സ്ഥിരീകരിക്കുന്നു, എങ്ങനെ അത് ചികിത്സിക്കുന്നു? ഈ രോഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വളരെ നീണ്ട നാൾ നിലനിൽക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. ഏകദേശം 1.5 മുതൽ 2 വർഷം വരെ ഈ അസുഖം നിൽക്കാറുണ്ട്. ഭാഗ്യവശാൽ ആദ്യത്തെ 6 മാസം കൊണ്ട് വേദന കുറഞ്ഞു തുടങ്ങും. പക്ഷേ കൈയുടെ അനക്കം വീണ്ടും അത് പഴയ പോലെ തന്നെ അനക്കം കുറവായിരിക്കും. ഒരു 9 മാസം കഴിയുന്നതോടുകൂടി ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടു തുടങ്ങും. നമ്മൾ സാധാരണഗതിയിൽ ഒരു 80% ആൾക്കാർക്കും ഫിസിയോതെറാപ്പി, കൈ അനക്കി കൊടുക്കുക, ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് കൊടുത്ത് അതുകൊണ്ട് തന്നെ മാറാൻ സാധ്യതയുണ്ട്. 9 മാസം കഴിഞ്ഞിട്ടും ഒരു വ്യത്യാസവും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശസ്ത്രക്രിയയിലൂടെ എന്തെങ്കിലും ചെയ്യേണ്ടി വരത്തുള്ളൂ. ശസ്ത്രക്രിയ എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കീഹോൾ സർജറി, താക്കോൽ ദ്വാര ശസ്ത്രക്രിയയാണ്. അതിൽ ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഷോൾഡർ ജോയിൻറ്റിൻ്റെ ആവരണം കുറുകിപ്പോവുകയാണ് ചെയ്യുന്നത്. അതിനെ റിലീസ് ചെയ്യുകയാണ്. അത് ഒരു പ്രത്യേക തരത്തിലുള്ള ഉപകരണം വെച്ച് അത് കട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ ലിഗമെൻസ് എന്ന് പറഞ്ഞാൽ ബോണുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചില വള്ളികളുണ്ട്, അതിനെ റിലീസ് ചെയ്ത് കൊടുക്കുക. അത്ര കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒപ്പം പ്രമേഹം ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ബ്ലഡ് ഷുഗർ നോർമലാക്കി നിർത്തുക എന്നതും പ്രധാനമാണ്. ബ്ലഡ് ഷുഗർ നോർമലാക്കി നിർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യപടി. പ്രമേഹ രോഗികൾക്ക് ഉള്ള മറ്റൊരു പ്രത്യേകത, മറ്റേ വശത്തും ഇത് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് രോഗം ബാധിച്ച തോൾസന്ധിയോടൊപ്പം തന്നെ എതിർവശത്തുള്ള തോൾസന്ധിയും റെഗുലറായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യേണ്ടി വരും. ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച ചില ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഷോൾഡർ തെന്നി മാറാറുണ്ട്. അങ്ങനെ തെന്നി മാറുന്നത് ഏതെങ്കിലും പ്രത്യേക കാരണങ്ങൾ കൊണ്ടാണോ? അങ്ങനെയുള്ളവരിൽ എന്താണ് ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് ഇത് കണ്ടുവരുന്നത് ചെറുപ്പക്കാർക്കാണ്. ചെറുപ്പക്കാരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 20 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാർക്ക് ഇത് ഒരിക്കൽ ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത 95% മുകളിലാണ്. പ്രത്യേകിച്ചും ചില തരത്തിലുള്ള സ്പോർട്സ് ഒക്കെ കളിക്കുന്നത്, ചില കായിക വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, കൈ പൊക്കി ഉള്ള കളികൾ, വോളിബോള്, ബാസ്ക്കറ്റ് ബോള്, ഷട്ടിൽ ബാഡ്മിൻ്റൺ, അങ്ങനെയൊക്കെയുള്ള സ്പോർട്സിൽ തൽപരരായിട്ടുള്ളവർക്കാണ് ഇത് ഉണ്ടാകാൻ സാധ്യത കൂടുതൽ. അതിൽ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അകത്തൊരു ഷോൾഡർ ജോയിൻറ്റിനകത്ത് കാർട്ടിലേജ് എന്ന് പറഞ്ഞ ഒരു കുഷൻ പോലുള്ള ഒരു ആവരണമുണ്ട്. അതിന് കീറ്റിൽ പറ്റുന്നതാണ്. അത് മുറിഞ്ഞു പോയിട്ട് ജോയിൻറ്റുകൾ വിട്ടുപോകുന്നതാണ്. അത് ശരി. എങ്ങനെയാണ് അത് ചികിത്സിക്കുന്നത്? അതിൻ്റെ ചികിത്സയും കീഹോൾ സർജറി വെച്ചാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 20 വയസ്സിന് മുമ്പാണ് ഇതുണ്ടാകുന്നതെങ്കിൽ ഇത് വീണ്ടും വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് 20 വയസ്സിന് മുമ്പുള്ള എല്ലാ ആൾക്കാർക്കും ഈ ഓപ്പറേഷൻ അഡ്വൈസബിളാണ്. അതിൽ ചെയ്യുന്നത് കീഹോൾ വഴി നമ്മൾ ഈ മുറിഞ്ഞു പോയ കാർട്ടിലേജിനെ തിരിച്ച് ബോണിലോട്ട് പിടിപ്പിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ പ്രത്യേക തരത്തിലുള്ള ബോൺ ആങ്കർ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക തുന്നൽ സാധനം വെച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ശസ്ത്രക്രിയ ചെയ്യുകയാണെങ്കിൽ വീണ്ടും അത് തെന്നിമാറാനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇതിന് വളരെ നല്ല സക്സസ് റേറ്റുള്ള ഒരു ഓപ്പറേഷനാണ്. അതായത് 95% മേൽ സക്സസ് റേറ്റുള്ള ഒരു സർജറിയാണിത്. ഓക്കെ. തോളുവേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മധ്യവയസ്കരിൽ, പ്രധാനമായും പ്രമേഹ രോഗികളിൽ ഫ്രോസൺ ഷോൾഡർ എന്ന അവസ്ഥയെ തുടർന്നാകാം ഇതുണ്ടാകുന്നത്. ഇവരിൽ എല്ലാവർക്കും ശസ്ത്രക്രിയ വേണ്ടിവരും എന്നില്ല. എന്നാലും ഇത് വിട്ടുമാറാതെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു തോളിൻ്റെ വിദഗ്ധനെ അല്ലെങ്കിൽ ഓർത്തോപീഡിക് സർജനെ കാണിച്ച് എന്തെങ്കിലും ശസ്ത്രക്രിയ ആവശ്യമുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. ഭൂരിപക്ഷം പേരിലും ലേപനങ്ങൾ കൊണ്ടും അതുപോലെ വ്യായാമം കൊണ്ടും മാറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് ഫ്രോസൺ ഷോൾഡർ. മരണാനന്തരം ആൾക്കാർ അവരുടെ അവയവങ്ങളെല്ലാം ഇപ്പോൾ ദാനം ചെയ്യുന്നുണ്ട്. നമുക്ക് തന്നെ അറിയാം, ഇന്ന് പല സമൂഹത്തിലെ ഉന്നത ശ്രേണികളിലെ പല ആൾക്കാരും മരണാനന്തരം അവരുടെ കണ്ണുകൾ മുതൽ അവരുടെ വൃക്കകൾ, അതുപോലെ തന്നെ അവരുടെ കരൾ, ഇങ്ങനെയുള്ള ആന്തരിക അവയവങ്ങൾ വരെ ദാനം ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. പക്ഷേ പലർക്കും അറിഞ്ഞുകൂടാത്തൊരു വസ്തുത എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണാനന്തരം കണ്ണുകളും കരളും വൃക്കകളും
ഹാർട്ടും ഒക്കെ ദാനം ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ദാനം ചെയ്യാവുന്ന ഒരു വസ്തുവുണ്ട് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ തൊലി. നമ്മുടെ തൊലി വളരെ വിലപിടിപ്പുള്ള ഒരു വസ്തുവാണ്. ഇത് മരണശേഷം ദാനം ചെയ്യുന്നത് വഴി പലരുടെയും ജീവിതം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നു. തീവ്രമായ പൊള്ളലേറ്റ് വരുന്ന രോഗികൾക്ക് പലപ്പോഴും ഇത്തരം തൊലി ലഭ്യമാവുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് തൊലി സൂക്ഷിച്ചു വയ്ക്കുന്ന തൊലി ബാങ്കുകളുടെ ഒരു റിലവൻസ്, ഒരു ഇമ്പോർട്ടൻസ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. മരണാനന്തരം തൊലി ദാനം ചെയ്യുന്നവരുടെ തൊലി സൂക്ഷ്മമായി ഇത്തരം ബാങ്കുകളിൽ സൂക്ഷിക്കുന്നതിൻ്റെ പ്രാഥമിക ഘട്ടങ്ങളാണ് ഇപ്പോൾ നമ്മുടെ എളിയ കേരളത്തിലും നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ദാനം കിട്ടുന്ന ചർമ്മത്തെ രണ്ട് രീതിയിൽ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയും. ഒന്നുകിൽ കുറച്ച് ഉപ്പുവെള്ളം നനച്ച് പെൻസിലിൻ പോലെയുള്ള ആൻറ്റിബയോട്ടിക്സുമായിട്ട് സമ്മിശ്രം ചെയ്ത് ഇതിനെ നമുക്ക് ഫ്രിഡ്ജിൽ 4 ഡിഗ്രി സെൽഷ്യസിൽ സൂക്ഷിക്കാം. പക്ഷേ ഇങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഏകദേശം 2 ആഴ്ചക്കാലം വരെ തൊലി ചെയ്യാതെ ഇരിക്കുകയുള്ളൂ. എന്നാൽ ഗ്ലിസറോൾ എന്നുള്ള സാധനം ലേപനം ചെയ്ത് -70 ഡിഗ്രി സെൽഷ്യസിൽ തൊലി സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ 6 മുതൽ 1 വർഷക്കാലം വരെ തൊലി ചെയ്യാതെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും. ഇങ്ങനെയുള്ള തൊലി നമുക്ക് തീവ്രമായ പൊള്ളലേറ്റ രോഗികൾക്ക് അവരുടെ ശരീരത്തിൽ താൽക്കാലികമായി ഒരു കവറിങ്ങിന് വേണ്ടി, ഒരു ആവരണത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ അവരുടെ ജീവൻ പിടിച്ചു നിർത്താനും ജീവഹാനി ഉണ്ടാവാതിരിക്കാനും ഇത്തരം തൊലി ബാങ്കുകൾ സംസ്ഥാനത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പൊള്ളലേറ്റ് വരുന്ന ഒത്തിരി രോഗികളുടെ ജീവനാശം സംഭവിക്കാതിരിക്കാൻ അവർക്ക് രക്ഷ നൽകാനും നമുക്ക് കഴിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അവയവദാനങ്ങൾ ചെയ്യുമ്പോൾ മരണാനന്തരം തൊലിയും കൂടെ ദാനം ചെയ്യാൻ ഓർമ്മിക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഭാവിയിലത്തേക്ക് നമുക്ക് വളരെയധികം ആൾക്കാരുടെ ജീവഹാനി വരാതിരിക്കാൻ സഹായകമാകും. ഇനി പൾസ് ക്വിസ്. ഇന്നത്തെ അധ്യായത്തെ ആസ്പദമാക്കി ഒരു ചോദ്യം ചോദിക്കുന്നു. ഈ ചോദ്യത്തിന് ശരിയുത്തരം അയക്കുന്നവർക്ക് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിദ്ധീകരണമായ IMA നമ്മുടെ ആരോഗ്യം മാസിക അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഉത്തരം അയക്കുമ്പോൾ പൂർണ്ണമായ മേൽവിലാസവും ടെലിഫോൺ നമ്പറും എഴുതുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വിലാസത്തിലേക്കായിരിക്കും സമ്മാനം അയച്ചു കൊടുക്കുന്നത്. ഉത്തരം തപാൽ വഴിയോ ഇമെയിൽ വഴിയോ അറിയിക്കാം. ഞങ്ങളുടെ ഇമെയിൽ വിലാസം pulse@asianetnews.in. ഇനി ഇന്നത്തെ അധ്യായത്തെ ആസ്പദമാക്കിയുള്ള ചോദ്യം. മധ്യവയസ്കരായ പ്രമേഹ രോഗികളിൽ കാണുന്ന ഏറ്റവും സാധാരണമായ തോൾ വേദന ഏതാണ്? 1. ഫ്രോസൺ ഷോൾഡർ, 2. ഷോൾഡർ ഡിസ്ലൊക്കേഷൻ, 3. ഷോൾഡർ ഇഞ്ചുറി. പൾസിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ അധ്യായം വിജ്ഞാനപ്രദമായിരുന്നു എന്ന് പൾസിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ അധ്യായം വിജ്ഞാനപ്രദമായിരുന്നു എന്ന് പ്രതീക്ഷിക്കട്ടെ. തുടർന്നും പൾസ് കാണുക, കത്തുകൾ അയയ്ക്കുക. പൾസ് ക്വിസിന് തീർച്ചയായും ഉത്തരം നൽകുക. ആരോഗ്യരംഗത്തെ കൂടുതൽ വാർത്തകളും വർത്തമാനങ്ങളുമായി അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും കാണാം. നമസ്കാരം. Thank you.